പ്രിയപ്പെട്ടവരെ, ഞാൻ സജി നന്ദിയാട്ടാണ്. ഇന്നലെ ചേംബറിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ജനറൽ സെക്രട്ടറി സ്ഥാനം ഞാൻ രാജിവെച്ചിരുന്നു. അതിന് കാരണം നമ്മുടെ ചേംബറിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് 5 മാസം മുമ്പ് ചേംബറിൽ ഡിസ്ട്രിബ്യൂട്ടർ വിഭാഗത്തിൽ നിന്ന് ഞാൻ മെമ്പർഷിപ്പ് എടുത്തിരുന്നു. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാനാണ് എൻ്റെ മെമ്പർഷിപ്പ് സൈൻ ചെയ്യേണ്ടത്. എന്നാൽ ഞാനത് പ്രസിഡന്റിനെയും സ്കൂട്ടറി കമ്മിറ്റി ചെയർമാനെയും അതോടൊപ്പം തന്നെ കമ്മിറ്റിയും സ്കൂട്ടറി കമ്മിറ്റി ചെയർമാനും പ്രസിഡന്റും പരിശോധിച്ച് ഒപ്പിട്ടതാണ് എനിക്ക് ലഭിച്ച എൻ്റെ ഈ പറയുന്ന മെമ്പർഷിപ്പ്. അതിൽ ഞാൻ പ്രൊപ്രൈറ്റർ ആയിരുന്നു. നന്ദ്യാട്ട് റിലീസിൻ്റെ ഞാനിവിടെ 6 ചെറിയ പടങ്ങൾ റിലീസ് ചെയ്തിരുന്നു. മമ്മി സെഞ്ചുറി അടക്കം മമ്മിയുടെ 2 പടങ്ങൾ ഞാൻ ചെയ്തിരുന്നു. പാവപ്പെട്ട പ്രൊഡ്യൂസർമാർ വേണ്ട, അവർക്ക് വലിയ വലിയ തുക മുടക്കാനില്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ ആണ് ആ പടങ്ങൾ റിലീസ് ചെയ്തത്. അങ്ങനെ റിലീസ് ചെയ്തത് കഴിഞ്ഞപ്പോൾ എനിക്ക് GST അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായും നിങ്ങൾക്കറിയാം, എനിക്ക് 5 കോളേജുണ്ട്. ഈ കോളേജിൽ GST അടയ്ക്കേണ്ടി വരുമ്പോൾ ഇതെല്ലാം കൂടെ കയറി ക്ലബ് ചെയ്ത് വരുമ്പോൾ എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട് പറഞ്ഞു, നിങ്ങൾ നന്ദ്യാട്ട് റിലീസ് എന്നുള്ളത് നിങ്ങൾ വേറൊരു GSTയിലേക്ക് മാറ്റണം. അതിന് നിങ്ങൾ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ എൻ്റെ വൈഫുമായി ചേർന്ന് 5000 പത്രത്തെ മുദ്രപത്രത്തെ ചേംബറിൽ കൊടുത്ത് ചാർട്ടേഡ് അക്കൗണ്ട് നൽകി എവർഷൈ മണി എണ്ണൻ അത് നോക്കിയതാണ് 5000 രൂപയുടെ ഈ പറയുന്ന ഞങ്ങളുടെ പാർട്ണർഷിപ്പ് ഡീഡ്. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ആണ് ചേംബറിൽ കൊടുത്തത്. ചേംബറിലെ ആപ്ലിക്കേഷൻ ഫോമിൽ ഞാൻ ഇതുവരെ പ്രൊപ്രൈറ്റർ ആയിരുന്നുകൊണ്ട് എഴുതി വന്നപ്പോൾ അറിയാതെ പാർട്ണർഷിപ്പ് എന്ന് വന്നു. പ്രൊപ്രൈറ്റർ എന്ന സ്ഥാനത്ത് ഞാൻ എഴുതേണ്ടത് പാർട്ട്ണർ എന്നാണ് എഴുതേണ്ടത്. ശരിയാണ്, എൻ്റെ തെറ്റാത്. സ്വാഭാവികമായും മനുഷ്യന് പറ്റുന്ന ഒരു തെറ്റ്. ഞാൻ സാധാരണ പ്രൊപ്രൈറ്റർ ആയിരുന്നുകൊണ്ട് എന്നും എഴുതി ശീലിച്ചത് കൊണ്ട് അറിയാതെ സംഭവിച്ചൊരു ചെറിയ പിശകാണ്. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുമില്ല. എന്നാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. എനിക്ക് പാസ്സായി, ഞാൻ വരിസംഖ്യ അടച്ചതാണ്. പ്രസിഡന്റായിട്ട് ഞാൻ ചേംബറിൽ മത്സരിച്ചാൽ ആ ഡിസ്ട്രിബ്യൂട്ടർ വാതിൽ മത്സരിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഈ ആളൊരു കുതന്ത്രം മെനഞ്ഞിട്ട് ഒരു വ്യക്തിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയാണ്. ചേംബറിൽ ഇരുന്ന രേഖ എങ്ങനെ വെളിയിൽ പോയി എന്നതിന് ഇതുവരെ ആരും ഉത്തരം നൽകിയിട്ടില്ല. ഒരു ഗൂഢസംഘം എനിക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ള സത്യമാണ്. ഞാൻ ചേംബറിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി സുതാര്യമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ചേംബറിൽ വരുന്ന എല്ലാവർക്കും അറിയാം, സ്വന്തം വീട് പോലെയാണ്. 2 വർഷം കൊണ്ട് ചേംബറിൽ വരുന്നവർക്കെല്ലാം സന്തോഷത്തോടെ വരാനും സ്വന്തം വീട്ടിൽ വരുന്ന പോലെ വന്ന് കയറാനും പോകുവാനും അവരുടെ കാര്യങ്ങളെല്ലാം മിനിറ്റുകൾക്കൊക്കെ സാധിക്കാനും പറ്റിയിട്ടുണ്ട്. ആരെയും നടത്തിയിട്ടില്ല. 2 വർഷമായി ചേംബറിൽ വന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രമാത്രം ഈ ചേംബർ മാറ്റിയെടുത്തതിൽ അത്ര, അതായത് നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് വരുന്ന പോലെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഒരു സ്ഥലമായി മാറ്റി. ചേംബർ എന്ന് പറയുന്നത് മലയാളക്കരയിൽ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഘടനയായി മാറി. അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. ഇത്രയൊക്കെ 2 വർഷമായി ഞാൻ ഇത് ചെയ്തിട്ടും നിങ്ങൾ ഓർക്കണം, പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞ ഭാഗം മാറ്റി. ഞാനത് നിയമപരമായി നമ്മുടെ രാജ്യത്ത് സംവിധാനമുണ്ട്. പാസ്പോർട്ടിൽ തെറ്റ് പറഞ്ഞാൽ നമ്മൾ തിരുത്തില്ലേ? SLC ബുക്കിലെ +2 ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് തെറ്റ് പറഞ്ഞാൽ നമ്മൾ തിരുത്തൂലേ? റേഷൻ കാർഡിൽ തെറ്റ് പറഞ്ഞാൽ നമ്മൾ തിരുത്താറില്ലേ? ഇവിടെ സിവിൽ ആക്ടിൽ അതിന് നിയമമുണ്ട്. ആ നിയമം വെച്ച് 200 രൂപ പത്രത്തിൽ നിങ്ങൾ നോക്കണം, നിങ്ങൾ തെളിവ് ഞാൻ അയച്ചിട്ടുണ്ട്. 200 രൂപ പത്രത്തിൽ ഞാൻ നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് പോയി ഞാനും പ്രൊഡ്യൂസറോട് പോയി അത് വന്ന തെറ്റ് തിരുത്തി ചേംബറിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും അത് മനഃപൂർവ്വം അത് മറച്ചു വെച്ചുകൊണ്ട് അത് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ എൻ്റെ മെമ്പർഷിപ്പ് ഫ്രീസ് ചെയ്യണമെന്ന ഒറ്റ ഉദ്ദേശത്തോടി ചേംബറിലെ എല്ലാ അംഗങ്ങളുമല്ല കേട്ടോ, ഒരു തിരക്കഥ രചിച്ചിട്ട് അടിയന്തര യോഗം വിളിച്ചപ്പോൾ പലരും അത്ഭുതപ്പെട്ടു, എന്ത് എമർജൻസി, എന്താ ഈ യോഗം? അപ്പോൾ ഒരു അജണ്ട സെറ്റ് ചെയ്തവർ എന്നെ പുറത്താക്കാൻ ശ്രമിക്കുകയുണ്ടായത്. എൻ്റെ ആ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാനുണ്ടായത്. അപ്പോൾ 2 വർഷമായി ഞാൻ എൻ്റെ മകനെയും മകളെ പോലെ നോക്കിയ ഒരു പ്രസ്ഥാനം, സാധാരണ അവിടെ ഇരിക്കുന്ന എല്ലാ ഫോമിലും തെറ്റുണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ട് മനുഷ്യരല്ലേ, ഒരു ഫോമേ തെറ്റിയത് ഒരു സ്വകാര്യ ഫോമല്ലേ, ഇത് ഗവൺമെൻറ് രേഖയൊന്നും അല്ലല്ലോ. ഒരു വൈഡർ ഉപയോഗിച്ചാൽ മറയ്ക്കാവുന്ന ഒരു സംഭവം മാത്രമാണ്. അത് ഏത് മനുഷ്യനെ അബദ്ധം പറ്റാത്ത ആരോളെ. ഇതാണോ ഏറ്റവും വലിയ കാര്യം? അപ്പോൾ വേറൊരു കുറ്റം ഇരുന്നിട്ട് ചെറിയ ഈ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ട് മെമ്പർഷിപ്പ് ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മൾ
നമ്മളൊരു ഒരു 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 നിസ്സാര കാര്യമാണ്. അത് തിരുത്തി, ഗവൺമെന്റ് രേഖപ്രകാരം തിരുത്തി. അത് ഔദ്യോഗികമായി 31-ാം തീയതി നിലവിൽ വന്നു. ആ രേഖയാണ് ഞാൻ അയച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണോ ഞാൻ ചെയ്ത ആ തെറ്റ്? ഇതാണോ വ്യാജരേഖ ചമയ്ക്കൽ? അപ്പം ഇത് വലിയൊരു ഒരു ഒരു ഒരു- ഒരു ലോബി എന്നെ തകർക്കാനും, ഞാൻ പ്രൊഡ്യൂസേഴ്സിൽ മത്സരിക്കുന്നു, അവിടെ മത്സരിച്ചുകൂടാ, ചേംബറിൽ മത്സരിച്ചുകൂടാ എന്ന ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇവർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് നിങ്ങളുടെ മുമ്പിലാണ്, സത്യസത്യമായ കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് എല്ലാ മെമ്പർമാർക്കും എന്നെ അറിയാം, ഞാൻ എന്താണ് ഏതാണെന്ന് അറിയാം. ഓരോ 7 ദിവസം 8 ദിവസം ഒരു മാസം ചേംബറിൽ പോകും. കോട്ടയത്ത് നിന്നാണ് ഞാൻ പോണേ. 5000 രൂപ ചിലവാ, 3000 പെട്രോൾ അടിക്കണം, 1500 രൂപ ഡ്രൈവർ കൊടുക്കണം, 500 രൂപ വഴിച്ചിലവ്. 1 രൂപ ചേംബർ എന്നെ കാണിക്കാവോ? ഒരാൾക്ക് ഒരു മുട്ടുസൂചിയുടെ അഴിമതിയോടെ കാണിക്കാവോ? അപ്പോൾ ഇത്രമാത്രം നമ്മൾ ഡെഡിക്കേഷൻ ആയി നമ്മുടെ മെമ്പർമാർക്ക് വേണ്ടി നിന്നിട്ട്, ഞാൻ സിനിമയിൽ പണം ഉണ്ടാക്കാൻ വന്ന ആളല്ല, എനിക്ക് സിനിമയിൽ പാഷനായിപ്പോയി. നിങ്ങളെപ്പോലെ തന്നെ പണം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട്. അപ്പം മെമ്പർമാർ അവിടെ ഹാപ്പിയാണ്, ഒരു പ്രശ്നം അവിടെ ഇല്ല. അപ്പം നിസ്സാര കാര്യം നിങ്ങൾ ആലോചിച്ചാൽ ഇതൊക്കെയാണ് കാര്യം. ഒരു ചെറിയ തെറ്റ് കൈയെടുത്ത് വന്നപ്പോൾ സംഭവിച്ചതേ പോലും പർവ്വതീകരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവനെ പുറത്താക്കണം അവിടുന്ന് എന്ന്, അല്ലെ മറ്റു രേഖ വല്ലോടെ ഒരു പുറത്തു വിടട്ടെ, ഏതെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പുറത്തു വിടട്ടെ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഒരു മെമ്പർ. ആ ചോദ്യങ്ങളെല്ലാം വേഗ ചോദ്യങ്ങളായിരുന്നു. അതെല്ലാം തള്ളിക്കളഞ്ഞു ലീഗൽ അഡ്വൈസർ പറഞ്ഞു, പ്രൊപ്പറൈറ്റർ എന്ന് പറയുന്ന സ്ഥാനത്ത് നിങ്ങൾ പാർട്ണർ എന്ന് എഴുതണമായിരുന്നു. അത് മാത്രമാണ് ശരിയാ. അത് ഞാൻ നിയമപരമായി തിരുത്തി. നമ്മുടെ രാജ്യത്ത് നിയമമില്ലേ? നിയമപരമായി തിരുത്തി കഴിഞ്ഞു. അതെന്താ സ്വീകരിക്കാത്തത്? അപ്പോൾ ആധാരത്തിൽ 30 ലക്ഷം 40 ലക്ഷം മുടക്കി വലിയ വലിയ കോടികളുടെ ഇടപാട് നടക്കുന്ന ആധാരത്തിൽ തെറ്റുമെന്ന് തിരുത്താറില്ലേ? നിങ്ങളെല്ലാം സാമാന്യ ബോധമുള്ളവർ, ഈ രാജ്യത്ത് ഈ ലോകത്ത് സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ? ഇതാണോ ഒരു വലിയ തെറ്റായിട്ട് ഒരു കരുതിയത്? അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. വിധിക്കായി നിങ്ങൾക്ക് വിട്ടുതരുന്നു. കാരണം നിങ്ങൾ മാത്രമേ എനിക്കുള്ളൂ, നിങ്ങളാണ് എൻ്റെ ശക്തി. ഓരോ ഇവിടുത്തെ സാധാരണ മെമ്പർമാരാണ് എൻ്റെ ശക്തി. അതല്ലാതെ എനിക്ക് ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ബലമൊന്നുമില്ല. കാരണം ഞാൻ ഒറ്റയാനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് എനിക്ക് ശക്തി ഉണ്ടാകുന്നത്. നിങ്ങളിത് തിരിച്ച് അറിയുക. ഈ വ്യാജ പ്രചരണം ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. താങ്ക് യു. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.